എനിക്ക് ഞാൻ പറയില്ല, എനിക്ക് പല സാധനങ്ങളും താങ്കളിടുന്ന ഓരോ നോട്ടമാണെങ്കിലും ഓരോ ഡയലോഗാണെങ്കിലും ആ നിൽപ്പ് വരെ നിൽക്കുന്നത് വരെ കേട്ടോ, ഒരു രണ്ടു ദിവസത്തെ നിപ്പുണ്ട് കേട്ടോ. രാത്രിത്തെ സീനി പറയുമല്ലോ, 1 ഇഞ്ച് കുറയരുത് കേട്ടോ. ശ്വാസലായിരുന്നു. ഇതിൽ കുറെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേ തൃശ്ശൂർ സ്ലാങ് എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് കൂടുതലും ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റിയ തൃശ്ശൂർ സ്ലാങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി വേടൻ ത്രൂ ഒക്കെയാണ്. ഞാൻ തൃശ്ശൂർ സ്ലാങ് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. കാരണം അവന്മാരായിട്ട് ഇന്ന് സംസാരിക്കും, നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു സ്ലാങ്ങിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു ഡയലക്റ്റിലേക്ക് വരും. അപ്പോൾ ഇവരായിട്ടാണ് നമ്മൾ കൂടുതലൊക്കെ സ്പെൻഡ് ചെയ്തിരുന്ന സമയങ്ങൾ കാര്യങ്ങൾ. അപ്പം ഇവരാണെങ്കിൽ പക്ക തൃശ്ശൂര്. അപ്പോൾ ആ ഒരു സാറൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉമ്മയുടെ വീട് തൃശ്ശൂരാണ്, പക്ഷെ അവിടെ അത്ര തൃശ്ശൂർ നോട്ട് തൃശ്ശൂരി എന്നുള്ള സാധനം. എൻ്റെ വീടും ഉപ്പാടെ വീടും വീടാണെന്നുണ്ടെങ്കിലും തൃശ്ശൂരിന്റെ ബോർഡർ മലപ്പുറം ബോർഡർ അങ്ങനത്തെ ഒരു ഏരിയയിലാണ്. ഇതിന്റെ ഒരു എക്സ്ട്രീം ഇതൊക്കെ കിട്ടുന്നത് ഇതേപോലെ അഷിൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഐശ്വര്യ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, പിന്നെ വേടൻ, ഋഷി, ഇവരെ ഒക്കെ ത്രൂ ആണ് ഈ തൃശ്ശൂർ സ്ലാങ് ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ക്യാരക്ടർ, മാനറിസം, ഇതൊക്കെ സാധനങ്ങളൊക്കെ ക്യാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടിയ സാധനം അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ ഈ നിങ്ങൾ ആദ്യം പറഞ്ഞ സാധനം, ഈ കണ്ണ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് എൻജോയ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ള സാധനം. അതൊക്കെ ആരൊക്കെ മുന്നിലാന്ന് ആലോചിക്കണം. ജഗദീഷ് ചേട്ടൻ, സുരാജ് ചേട്ടൻ, ചേച്ചി, ഇവരെല്ലാരും ഉണ്ടല്ലോ അവരുടെ മുമ്പിൽ. അതെ. ഈ ക്യാരക്ടർ എപ്പോഴും താങ്കളോട് ചോദിക്കുക എവിടെയായിരുന്നു ഇത്ര നാളെന്നുള്ള ചോദ്യം ഉയർന്നിട്ടുണ്ട്. 100% ഒരു മാറ്റമില്ല. ആ ചോദ്യം താങ്കൾക്ക് കിട്ടിയ നമ്മൾ ഇപ്പോഴും പറയണം, ഒരു മാറ്റമില്ല കേട്ടോ. നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും എന്നുള്ള യാത്ര. ആവട്ടെ.